നമസ്കാരം. ദ പാത്ത് ഇസ് എ ഗോൾ എന്ന ഡിസ്കഷൻ സീരീസിൻ്റെ അടുത്ത സെഷനിലേക്ക് വീണ്ടും ഏവർക്കും സ്വാഗതം. നമുക്ക് ആദ്യം മെഡിറ്റേഷൻ ചെയ്യാം. കണ്ണുകൾ അടച്ച് ശാന്തമായിരിക്കൂ. ഭൂമി മാതാവിനോടും സർവചരാചരങ്ങളോടും അന്തരീക്ഷത്തോടും കൃതജ്ഞത രേഖപ്പെടുത്തൂ. ഭൂമി മാതാവിൽ നിന്നുമുള്ള ഹീലിംഗ് എനർജി കാലുകളിലൂടെ പ്രവേശിച്ച് ശരീരം മുഴുവൻ വ്യാപിക്കുന്നതായും ശരീരത്തിലെ എല്ലാ ഭാഗങ്ങളെയും എല്ലാ കോശങ്ങളെയും റിലാക്സ് ചെയ്യാൻ സഹായിക്കുന്നതായും അനുഭവിക്കും. ഇപ്പോൾ ശരീരം പൂർണ്ണമായും റിലാക്സ്ഡ് ആയി. ഈ റിലാക്സേഷൻ ഹൃദയത്തിൽ അനുഭവിക്കൂ. ശ്വാസം ദീർഘമായി ഉള്ളിലേക്കെടുക്കൂ. ഹൃദയത്തിൽ സ്നേഹം നിറയുന്നതായി അനുഭവിക്കൂ. ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ സ്നേഹം പ്രപഞ്ചം മുഴുവൻ വ്യാപിക്കുന്നതായും അനുഭവിക്കൂ. ഹൃദയത്തിൽ കുടികൊള്ളുന്ന സ്നേഹത്തിൻ്റെ സ്രോതസ്സിൽ നിന്നും ഉദ്ഭവിക്കുന്ന ദിവ്യപ്രകാശം മനസ്സിനെ ആകർഷിക്കുന്നതായി അനുഭവിക്കൂ. ആ ദിവ്യപ്രകാശത്തിൽ ധ്യാനം ആരംഭിക്കൂ. മനസ്സിൽ ചിന്തകൾ വരുന്നുണ്ടെങ്കിൽ മൃദുവായി അവയെ അവഗണിക്കുക. ദിവ്യപ്രകാശത്തിൽ ധ്യാനം തുടരുക. പ്ലീസ് സ്റ്റാർട്ട് മെഡിറ്റേഷൻ. ഓക്കെ, കണ്ടീഷൻ ഹൃദയത്തിൽ നിലനിർത്തി പതുക്കെ കണ്ണുകൾ തുറക്കൂ. എല്ലാവരെയും വീണ്ടും ഹാർദമായി ഹാർട്ട്ഫുൾനെസ് സഹജമാർഗ് മെഡിറ്റേഷൻ സിസ്റ്റത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എങ്ങനെ ജോയിൻ ചെയ്യാം എന്നത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നമ്മൾ എഡ്യൂക്കേഷനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. ദ എൻഡ് ഓഫ് എഡ്യൂക്കേഷൻ ഇസ് ക്യാരക്ടർ എന്ന് മഹാത്മാഗാന്ധിജി പറഞ്ഞിട്ടുണ്ട്. എഡ്യൂക്കേഷൻ, ജീവിതം ഒരു എഡ്യൂക്കേഷനാണ്. അതിൻ്റെ കൾമിനേഷൻ ക്യാരക്ടർ ട്രാൻസ്ഫോർമേഷനിലായിരിക്കണം. ഇപ്പോൾ ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്? സഹജമാർഗത്തിലെ ഗുരുനാഥനായിട്ടുള്ള പാർത്ഥസാരഥി ചാരിജി മഹാരാജ് പറഞ്ഞിട്ടുണ്ട്, ക്യാരക്ടർ ഇസ് നത്തിങ് ബട്ട് പ്യുവർ ലവ്. പരിശുദ്ധമായിട്ടുള്ള സ്നേഹമാണ് ശരിയായിട്ടുള്ള സ്വഭാവം. ഇപ്പോൾ നമ്മൾ പഠിക്കുമ്പോൾ പല കണ്ടുപിടുത്തങ്ങളെക്കുറിച്ചിട്ട് നമ്മൾ പഠിക്കുന്നു. ഭാഷയിലായാലും സയൻസിലായാലും മാത്തമാറ്റിക്സിലായാലും ഒരുപാട് കണ്ടെത്തലുകൾ, ജോഗ്രഫിയിൽ ഡിസ്കവറീസ് ആൻഡ് ഇൻവെൻഷൻസ്. അതിൽ കണ്ടെത്തിയ വ്യക്തികളെക്കുറിച്ചിട്ട് നമ്മളവരുടെ പേരുകൾ പഠിക്കുന്നു. ചിലപ്പോൾ അവർ ജനിച്ച സമയം, മരിച്ച ദിവസം, ഇതൊക്കെ നമ്മൾ പഠിക്കുന്നു. പക്ഷെ അവരുടെ ജീവിതത്തെക്കുറിച്ച് നമ്മൾ പഠിക്കുന്നുണ്ടോ? ശരിയായിട്ടുള്ള ജ്ഞാനം ലഭിക്കുന്നത് ഒരു വ്യക്തി അതിന് തയ്യാറാവുമ്പോഴാണ്. ഒരു വ്യക്തിയുടെ ജീവിതത്തിലെ ഡിസിപ്ലിൻ, സിൻസിയറിറ്റി, മെൻ്റൽ ബാലൻസ്, ട്രൂത്ത്ഫുൾനെസ്, സെൽഫ്ലെസ്നെസ്, നിസ്വാർത്ഥത, ഇതെല്ലാമാണ് ഉയർന്ന അറിവുകളിലേക്ക് കണക്ട് ചെയ്യുന്നത്. ആ നിമിഷത്തിൽ ആ അറിവ് ലഭിച്ച സമയത്ത് അവർ നിസ്വാർത്ഥരായിരുന്നു. അപ്പോൾ നോളജ് നൽകാൻ തയ്യാറായി എന്നുള്ളത് യൂണിവേഴ്സ് അറിയുന്നു. അപ്പോൾ പ്രപഞ്ചത്തിൻ്റെ ജ്ഞാനസ്രോതസ്സിൽ നിന്നും ആ അറിവ് റിവീൽ ചെയ്യപ്പെടുന്നു. ഇങ്ങനെയാണ് അറിവുകൾ വരുന്നത്. നമ്മൾ ഐസക് ന്യൂട്ടൻ്റെയോ ആൽബർട്ട് ഐൻസ്റ്റീൻ്റെയോ ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ്റെയോ അലക്സാണ്ടർ ഫ്ലെമിങ്ങിൻ്റെയോ മാഡം ക്യൂറിയുടെയോ ആർക്കിമിഡിസിൻ്റെയോ ശ്രീനിവാസ രാമാനുജൻ്റെയോ നമ്മുടെ ഋഷിമാരുടെയോ, നമ്മുടെ പ്രഗത്ഭരായ ഋഷിമാരുണ്ട്,
ആര്യഭട്ടൻ, ഭാസ്കരൻ എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അവർക്കൊക്കെ അറിവ് ലഭിക്കുന്നത് അവരുടെ നീണ്ട കാലത്തെ ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ലൈഫ് കാരണമാണ്. അതിനാണ് തപസ് എന്ന് പറയുന്നത്. തപസ് എന്ന് പറഞ്ഞാൽ കാട്ടിൽ പോയിട്ട് ഇരിക്കുക എന്നുള്ള മനസ്സിനെ ഡിസിപ്ലിൻ ചെയ്യുക, മെൻ്റൽ ഡിസിപ്ലിൻ. ബാക്കി എല്ലാ കാര്യങ്ങളും മാറ്റി നിർത്തി ഈ ഒരു പ്രത്യേക കാര്യത്തിലേക്ക് ശ്രദ്ധ തിരിക്കുക. എന്താണ് അതിൻ്റെ ഉദ്ദേശം? മനുഷ്യരാശിക്ക് ലോകത്തിന് നന്മ കൊണ്ട് വേണം. അതിന് വേണ്ടിയിട്ടാണ് ആ കണ്ടെത്തലുകൾ. അപ്പോൾ ആ ഉദ്ദേശം നടന്നതിന് ശേഷം, അറിവ് ലഭിച്ചതിന് ശേഷം, അറിവ് നൽകുമ്പോൾ ഇത് കിട്ടുന്ന ആൾക്കാർ എവിടെ നിന്ന് ഇത് വന്നു, എങ്ങനെ വന്നു എന്നൊന്നും ആലോചിക്കില്ല. അത് സാമ്പത്തിക ലാഭത്തിന് വേണ്ടി ഉപയോഗിക്കുന്നു. ആറ്റോമിക് പവർ ആയാലും ആൻറ്റിബയോട്ടിക്സ് ആയാലും ചക്രം ആയാലും തീ ആയാലും എല്ലാ കണ്ടുപിടുത്തങ്ങളും, ഗ്രാവിറ്റേഷൻ ആയാലും ഒടുക്കം അത് സാധാരണ മനുഷ്യൻ്റെ എത്തുമ്പോൾ അത് ബുദ്ധിപരമായിട്ട് ആലോചിച്ചിട്ട് ഇതിനെങ്ങനെ പൈസയായിട്ട് കൺവേർട്ട് ചെയ്യാം, അതാണ് പിന്നത്തെ ലക്ഷ്യം. അപ്പോൾ ഒരുപാട് പ്രഗത്ഭരായിട്ടുള്ള പേരുകൾ നമ്മൾ കേൾക്കുന്നുണ്ട് ഈ ലോകത്തിൽ. അവരൊക്കെ അറിയപ്പെടുന്നത് എന്തുകൊണ്ടാണ്? അവരുണ്ടാക്കിയിട്ടുള്ള സമ്പത്ത്. ലോകത്തിലെ ഏറ്റവും വലിയ പണക്കാരൻ സക്സസ്ഫുള്ളായി എന്ന് നമ്മൾ വായിക്കുന്നു. പക്ഷേ ഈ സക്സസ്സിൻ്റെ പുറകിൽ പ്രവർത്തിച്ചിട്ടുള്ള ഈ തരത്തിലുള്ള അറിവ് അവരുടെ ജീവിതം നമ്മൾ പഠിച്ചിട്ടുണ്ട്. നമ്മുടെ എഡ്യൂക്കേഷൻ വലിയൊരു പോരായ്മയാണ്. നമ്മൾ റെഫറൻസ് ആയിട്ട് കാണേണ്ടത് ആ അറിവ് ലഭിച്ച ആ വ്യക്തികളുടെ ജീവിതമല്ല. അവരല്ലേ നമുക്ക് ഈ ട്രാൻസ്ഫോർമേഷൻ കൊണ്ടുവന്നു. അപ്പോൾ ഹാർട്ട്ഫുൾനെസ് ഇത് വ്യക്തമായിട്ട് പറയുന്നു, അറിവ് ലഭിക്കുന്നത് മാസ്റ്ററിലൂടെയാണ്. അപ്പോൾ നമ്മുടെ ലക്ഷ്യം മാസ്റ്റർ പോലെ ആയി തീരുക എന്നുള്ളതാണ്. നമുക്ക് എത്ര അറിവ് ലഭിച്ചാലും ആ അറിവൊക്കെ അവസാനിക്കും, പക്ഷേ ആയിത്തീരൽ അവസാനിക്കില്ല. ബിക്കമ്മിങ് ആൻഡ് ബീയിങ്, ഗ്രാജുവലായിട്ട് ഉള്ളിലുള്ള ട്രാൻസ്ഫോർമേഷൻ. നമുക്കും ആ തരത്തിൽ അറിവ് ലഭിക്കാനുള്ള ഒരു ട്രാൻസ്ഫോർമേഷൻ ഉള്ളിൽ വരണം എന്നുണ്ടെങ്കിൽ അവർ ജീവിതത്തിൽ കൊണ്ടുവന്നിട്ടുള്ള ഡിസിപ്ലിൻ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. നമ്മൾ മഹാത്മാഗാന്ധിജിയുടെ പേര് പറയുന്നു. നമ്മുടെ രാജ്യത്തിൻ്റെ കറൻസി നോട്ടുകളിലൊക്കെ അദ്ദേഹത്തിൻ്റെ പേരുണ്ട്. പല സ്ഥലങ്ങളിലും അദ്ദേഹത്തിൻ്റെ കൊട്ടേഷൻസ് നമ്മൾ പറയുന്നു. പക്ഷേ മഹാത്മാഗാന്ധിജിയെ പോലെ ആവണം എന്ന് ആരെയും പറഞ്ഞു കഴിഞ്ഞാൽ അത് ആവശ്യമൊന്നുമില്ല. ഏതോ കാലത്ത് എന്തൊക്കെയോ പറഞ്ഞൊരു മനുഷ്യൻ, അതൊന്നും ഇപ്പോൾ വില പോവില്ല. നമ്മുടെ രാജ്യത്തിന് സ്വാതന്ത്ര്യം നേടാനായിട്ട് ഉണ്ടായിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു തത്വം, അഹിംസാ സിദ്ധാന്തം അവതരിപ്പിച്ച മഹാനാണ്. ഇപ്പോൾ അത് തമാശ പോലെയാണ് ആൾക്കാർ പറയുന്നത്. അതുപോലെ നമ്മുടെ മുൻ പ്രസിഡൻ്റായിട്ടുള്ള APJ അബ്ദുൽ കലാം, അദ്ദേഹത്തിനെ നമ്മൾ മാതൃകയാക്കുന്നു. എന്തുകൊണ്ട്? അദ്ദേഹം മിസൈൽ ടെക്നോളജിയുടെ ഫാദർ ഓഫ് മിസൈൽ ടെക്നോളജി ഇതൊക്കെയാണ്. പക്ഷെ അദ്ദേഹത്തിൻ്റെ ജീവിതം എന്തായിരുന്നു? അതാണ് അദ്ദേഹത്തെ ആ രീതിയിലായി. നമ്മളത് പഠിക്കുന്നുണ്ടോ? അപ്പോൾ നമ്മുടെ വിദ്യാഭ്യാസത്തിൽ നമ്മൾ ഈ തരത്തിലുള്ള മാസ്റ്റേഴ്സിൻ്റെ ജീവിതത്തെക്കുറിച്ച് പഠിക്കണം. ആ ജീവിതം ആണ് നമ്മുടെ റെഫറൻസ് പോയിൻ്റ്. അവർ തന്നിട്ടുള്ള അറിവ് മാത്രമല്ല, അത് അറിവ് തീർച്ചയായിട്ടും നമുക്ക് ലഭിക്കും, അതിന് വായിച്ചാൽ കിട്ടും. പക്ഷേ ഈ ട്രാൻസ്ഫോർമേഷൻ നമുക്ക് പുസ്തകം വായിച്ചാൽ കിട്ടില്ല. അത് അവർ ചരിത്രം വായിക്കണം, അതിന് വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തണം. അപ്പോൾ ആ തരത്തിലുള്ള ശ്രമം നടക്കുന്ന കുട്ടികൾക്ക് തീർച്ചയായിട്ടും ഗ്രേസ് മാർക്സ്, കൂടുതൽ മാർക്ക് കൊടുക്കണം, അവർക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കണം. ഈ ട്രാൻസ്ഫോർമേഷൻ ജീവിതത്തിൽ കാണിക്കുന്നവർ, അവരെയാണ് ശരിക്കും ഉയർന്ന തലത്തിലേക്ക് കൊണ്ടുവരേണ്ടത്, ലീഡേഴ്സായിട്ട് കൊണ്ടുവരേണ്ടത്. അവർക്ക് ലീഡ് ചെയ്യണമെന്നുണ്ടാവില്ല, അതാണ് രസം. ഈ ക്വാളിറ്റീസ് ഉള്ള ആൾക്കാർക്കൊന്നും ലീഡ് ചെയ്യണമെന്നുണ്ടാവില്ല. അവരെവിടെയെങ്കിലും ആരും അറിയാതെ പണിയെടുക്കുന്നുണ്ടാവും. പക്ഷെ അവരാണ് ശരിക്കുള്ള ലീഡേഴ്സ്. അവരെ അന്വേഷിച്ച് കണ്ടെത്തിയിട്ട് അവർക്ക് എന്താണ് വേണ്ടത്, എന്താണ് ഇനി ചെയ്യേണ്ടത് എന്നുള്ളത് അവരോടാണ് ചോദിക്കേണ്ടത്. നമ്മൾ ഉദ്ഘാടന ചടങ്ങുകളിലോ ഏതെങ്കിലും പ്രധാന ഫങ്ഷൻസിലോ നമ്മൾ കൊണ്ടുവരുന്നത് ആരെയാണ്? നമ്മുടെ സ്ക്രിപ്റ്റേഴ്സ് വായിച്ചാലറിയാം, ഒരു ഋഷി കടന്നു വരുമ്പോൾ രാജാവ് ഇരിപ്പിടത്തുനിന്ന് ഇറങ്ങിയിട്ട് ഋഷീനെ കയറ്റിയിരുന്നു. അത്ര വലിയൊരു ഇതുള്ള ഒരു തത്വം ഫോളോ ചെയ്യുന്ന ഒരു രാജ്യമാണ് നമ്മുടേത്. അതിനെ നേരെ മറിച്ചിട്ട് പ്രാഞ്ചിയേട്ടൻ എന്നുള്ള സിനിമയിൽ ഒരു സറ്റയർ പോലെ മമ്മൂട്ടി പൈസ കൊടുത്തിട്ട് പത്മശ്രീ വാങ്ങാൻ ശ്രമിക്കുന്നു. ഒരു സറ്റയറാണ്, നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ജ്ഞാനിയെ മുമ്പിലിരുത്തുന്നതിന് പകരം പൈസ ഉള്ളവരും പവറുള്ളവരും ഒക്കെ മുമ്പിലേക്ക് കൊണ്ടുവരുന്നു. അപ്പോൾ ഈ ഒരു തരത്തിലുള്ള ട്രാൻസ്ഫോർമേഷൻ ലോകത്തിന് ഗുണം ചെയ്യുന്നുണ്ടോ? എന്തുകൊണ്ടാണ് ആൾക്കാർ സെൽഫിഷ് ആവുന്നത്? വളരെ ഈസി ആയിട്ട് മനസ്സിലാക്കാം. കാരണം നമ്മൾ നമ്മുടെ ജീവിതത്തിൽ എന്നും കൊണ്ടുവരേണ്ട ക്യാരക്ടറിലേക്കല്ല ശ്രദ്ധിക്കുന്നത്. അപ്പോൾ ഇനിയൊരു ട്രാൻസ്ഫോർമേഷൻ കൊണ്ടുവരണം. ലൈഫ്സ് ഓഫ് മാസ്റ്റേഴ്സ്, ലൈഫ്സ് ഓഫ് ഗ്രേറ്റ് വൺസ്,
അത് നമ്മുടെ പാഠ്യപദ്ധതിയിലെ പ്രധാന ഭാഗമാക്കിയിട്ട് മാറ്റിയിട്ട് അവർ കൊണ്ടുവന്ന വാല്യൂസ് അവരെങ്ങനെയാണ് അത് പ്രാക്ടീസ് ചെയ്തത് ഇത് നമ്മൾ ജീവിതത്തിൽ കൊണ്ടുവരണം. അവരുടെ രാജ്യസ്നേഹം, അവർ കുടുംബത്തിനോട് കാണിച്ചിട്ടുള്ള ഉത്തരവാദിത്തം, ജനങ്ങളോടും പ്രകൃതിയോടും കാണിച്ചിട്ടുള്ള ആ ഉത്തരവാദിത്ത ബോധം, ഇതൊക്കെ നമുക്ക് മാതൃകയാണ്. അതായിരിക്കും നമ്മുടെ റെഫറൻസ് പോയിൻറ്റ്സ്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഡിസ്കഷൻ ഇവിടെ അവസാനിപ്പിക്കാം. സഹജമാർഗത്തിലെ പ്രാർത്ഥനയുടെ ഫസ്റ്റ് ലൈൻ തന്നെ, ഓ മാസ്റ്റർ ദ വാട്ട് ദ റിയൽ ഗോൾ ഓഫ് ഹ്യൂമൻ ലൈഫ് എന്ന. മാസ്റ്റർ, അങ്ങാണ് ജീവിതത്തിൻ്റെ യഥാർത്ഥ ലക്ഷ്യം. ഈ ഒരു തത്വം ഉൾക്കൊണ്ടുകൊണ്ട് നമുക്കൊന്ന് ഇൻട്രോസ്പെക്റ്റ് ചെയ്യാം. അടുത്ത സെഷനിൽ വീണ്ടും കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.